വെൽക്കം ബാക്ക്. മിക്കവാറും എല്ലാവർക്കും തന്നെ ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് എങ്ങനെ ഒഴിവാക്കാം, സ്പെല്ലിങ്സ് എങ്ങനെ പെട്ടെന്ന് പഠിച്ചെടുക്കാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഇനി അങ്ങനല്ല, നിങ്ങൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കാൻ വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടിയൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും ഒരേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സും ടെക്നീക്സുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ടിപ്സും ടെക്നിക്സും എല്ലാം ശ്രദ്ധിച്ച് മനസ്സിലാക്കി അത് യൂസ് ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു വ്യത്യാസം സ്പെല്ലിംഗ് മിസ്റ്റേക്സിൻ്റെ കാര്യത്തിൽ ഫീൽ ചെയ്യും. നിങ്ങളുമായിട്ട് ഈ ടിപ്സൊക്കെ ഷെയർ ചെയ്യുന്നതിന് മുൻപ് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമൊന്ന് പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതി കാണിച്ചിരിക്കുന്നത് 2 അക്ഷരങ്ങളാണ്, PT. ഇത് നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുക? ഇവിടെ ഉച്ചാരണം സാധ്യമാണോ? നമുക്കത് ഒന്നുമല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ? നേരെ മറിച്ച് അവിടെ ഒരു ശബ്ദം വരണമെങ്കിൽ അവിടെ നമ്മളൊരു സ്വരാക്ഷരം ചേർക്കണം. അതായത് A, E, I, O, U ഇങ്ങനെ 5 സ്വരാക്ഷരങ്ങൾ, 5 വവൽസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഇത് ഏതെങ്കിലും അവിടെ വരികയാണെങ്കിൽ നമുക്കവിടെ ഉച്ചാരണം സാധ്യമാണ്. അപ്പോൾ A ചേർത്താൽ PAT, പാറ്റ് ഐ. E ആണെങ്കിലോ PET, പെറ്റ്. I ചേർത്തിരുന്നെങ്കിൽ PIT, പിറ്റ്. അല്ലെങ്കിൽ POT, പോട്ട്. PUT, ഫുഡ്. ഇതെല്ലാം സാധ്യമാണ്. ഇനി ഇതിൽ ഈ A എന്ന വവൽ ഞാൻ ആദ്യമാണ് ചേർത്തിരുന്നതെങ്കിലോ അപ്പോഴും നമുക്കത് ഉച്ചരിക്കാൻ പറ്റും, APT, ആപ്റ്റ് എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് വവൽസ് ഉണ്ടെങ്കിലേ അവിടെ ശബ്ദം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് PAT എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ശബ്ദമുണ്ടല്ലോ, പാറ്റ്, അത് ഒരു സിലബിളാണ്. PT എന്ന് പറയുമ്പോൾ അവിടെ സിലബിൾ ഒന്നും ഉണ്ടാവുന്നില്ല, പാറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സിലബിളായി. അപ്പോൾ ഇതാണ് ഇംഗ്ലീഷിൽ നമ്മൾ സിലബിൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു ശബ്ദം. അപ്പോൾ ഗെറ്റ് എന്ന് പറഞ്ഞ വാക്കിൽ എത്ര സിലബിൾ ഉണ്ട്? ഒരെണ്ണം അല്ലേ, ഗെറ്റ്. അവിടെ ഒരു സിലബിളേ ഉള്ളൂ. നേരെ മറിച്ച് ഫർഗെറ്റ് എന്ന് പറയുന്നതിൽ 2 സിലബിൾസ് ഉണ്ട്, ഫർഗെറ്റ്. ഇതാണ് സിലബിൾസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് ആദ്യം തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുവിധം നീളമുള്ളൊരു വാക്കിൻ്റെ സ്പെല്ലിംഗ് ആണ് പഠിക്കേണ്ടതെന്നിരിക്കട്ടെ. ഉദാഹരണത്തിന് ഇവിടെ കാണിച്ചിരിക്കുന്ന വാക്ക് മാഗ്നിഫിസൻറ്റ്. ഈ വാക്കിൻ്റെ അർത്ഥം ഗംഭീരം എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഈ വാക്കിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുക എന്നുള്ളതാണ്. അതായത് ചെറിയ ഭാഗങ്ങളായിട്ട്, ചങ്ക്സ് ആയിട്ട് വേർതിരിക്കുക. അപ്പോൾ ഈ വാക്കിനെ വേണമെങ്കിൽ നമുക്ക് സിലബിൾസ് അനുസരിച്ച് തിരിക്കാം. അപ്പോൾ മാഗ്നി, ഫി, സെൻറ്റ് അങ്ങനെ 4 ഭാഗങ്ങളാക്കാം. പഠിക്കാൻ എളുപ്പമാണ്. മാഗ്, MAG, ni, NI, ഫി, FI, സെൻറ്റ്, CENT. അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് ഒറ്റയടിക്ക് പഠിക്കുന്നതിൽ എളുപ്പമാണ് ഇങ്ങനെ ചെയ്ത് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി അടുത്ത വാക്ക് വെജിറ്റബിൾ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സിലബിൾസ് ആയിട്ട് തന്നെ തിരിക്കാം. ഇനി അങ്ങനെയല്ല, നമുക്ക് ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ പിടിയുണ്ടെന്നാണെങ്കിൽ അത് കുറച്ചുകൂടെ വലിയ ചങ്ക്സ് ആയിട്ട്, ഗ്രൂപ്പുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വെജിറ്റബിൾ. അപ്പോൾ VEGE ഒരു ഭാഗം, ടബിൾ, TABLE, ടേബിൾ എന്നുകൂടെ ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് ആ വാക്ക് പഠിക്കാൻ എളുപ്പമായി. ഇനി കുറച്ചുകൂടെ നീളമുള്ളൊരു വാക്ക് നോക്കാം. ആത്മകഥ എന്നർത്ഥം വരുന്ന ഓട്ടോബയോഗ്രഫി. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് നോക്കൂ. വേണമെങ്കിൽ ഇതുപോലെ സിലബിൾസ് ആയിട്ട് തിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ കഷ്ണങ്ങളായിട്ട്, ചങ്ക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഓട്ടോബയോഗ്രഫി. അപ്പോൾ എന്തായി? AUTO, ഓട്ടോ, ബയോ അതിന് BIO, ഗ്രഫി എന്നുള്ളതിന് GRAPHY. അങ്ങനെ നമുക്ക് എത്ര വലിയ വാക്കാണെങ്കിലും അത് സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ സ്പെല്ലിംഗ് മനസ്സിൽ പതിപ്പിച്ചെടുക്കാം. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ടിപ്പ്, ഒരു വാക്ക് കാണുമ്പോൾ നമ്മൾ അതിലത്തെ ആ സ്പെല്ലിങ്ങിൻ്റെ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട് ഒരേ പാറ്റേണിൽ വരുന്നത്, ഒരേപോലെ റൈം ചെയ്യുന്നത്, അതായത് ഒരേ പ്രാസത്തിൽ വരുന്ന വാക്കുകൾ. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ വാക്കുകൾ പഠിക്കുമ്പോൾ നമ്മളതൊന്ന് ഉറക്കെ വായിക്കുകയാണെങ്കിൽ ആ വാക്കുകളുടെ ആ ഒരു പാറ്റേൺ, അതിൻ്റെ ഒരു പ്രാസം, ആ റൈം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിൽ പതിയും. ഉദാഹരണത്തിന് ഈ വാക്കെടുക്കൂ, ലൈറ്റ്, വെളിച്ചം. അതിൻ്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? LIGHT. നമ്മളിത് എങ്ങനെയാണ് പറഞ്ഞത്? ലൈറ്റ്. ഇതേപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യുന്ന, ഉച്ചരിക്കുന്ന ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട് ഇതേ സ്പെല്ലിങ്ങിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് വന്ന രീതി മനസ്സിലാക്കിയാൽ അത് മറ്റു വാക്കുകൾക്കും നമ്മൾ അപ്ലൈ ചെയ്താൽ മതി, മറ്റു വാക്കുകളിലും അതേ രീതി പ്രയോഗിച്ചാൽ മതി. അപ്പോൾ ഈ ലൈറ്റ് പോലെ തന്നെ വരുന്ന വാക്കുകളാണ് സൈറ്റ്, ടൈറ്റ്, ഫൈറ്റ്, ബ്രൈറ്റ്,
എല്ലാം. അപ്പോൾ ഈ വാക്കുകളിലെല്ലാം ആദ്യത്തെ ഒരു അക്ഷരം അല്ലെങ്കിൽ 2 അക്ഷരത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നീട് വരുന്ന അക്ഷരങ്ങളെല്ലാം ഒരേ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ IGHT എന്ന് പറഞ്ഞ അതേ അക്ഷരങ്ങളാണ് എല്ലാ വാക്കുകളിലും അവസാനം വരുന്നത്. ഇതേപോലെ തന്നെ ഒരേ പാറ്റേണിൽ വരുന്ന ആ ഒരു പ്രാസത്തിൽ വരുന്ന അല്ലെങ്കിൽ റൈം ചെയ്യുന്ന തരം വാക്കുകളുടെ ഗ്രൂപ്പ്സ് ഒരുപാടുണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ ഈ വാക്ക് നോക്കൂ, റിഡ്ജ്. സ്പെല്ലിംഗ് കണ്ടല്ലോ, RIDGE. ആ ഡി അവിടെ സൈലൻ്റ് ആണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ റിഡ്ജ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ രീതിയിൽ വരുന്ന ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. ഉദാഹരണത്തിന് പാലം എന്നുള്ള അർത്ഥത്തിൽ ബ്രിഡ്ജ്. നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, FRIDGE. അപ്പോൾ ഇവിടെ ആദ്യം കണ്ട വാക്കൊന്ന് നോക്കൂ, ആ റിഡ്ജ് എന്ന് പറഞ്ഞ വാക്ക്. അതേ അക്ഷരങ്ങൾ തന്നെയല്ലേ അടുത്ത 2 വാക്കിലും അവസാനം നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആ റിഡ്ജിന് മുമ്പ് ബി ചേർത്തപ്പോൾ ബ്രിഡ്ജായി, അതിന് മുൻപ് എഫ് വന്നപ്പോൾ ഫ്രിഡ്ജായി. അപ്പോൾ ആ റിഡ്ജ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ സ്പെല്ലിംഗ് നമുക്കറിയാമെങ്കിൽ വേറെ എത്ര വാക്കുകൾ നമുക്ക് തനിയെ തന്നെ എഴുതാൻ സാധിക്കുമെന്ന് നോക്കൂ. അതുപോലെ തന്നെയാണ് അടുത്തത് എഡ്ജ്, എന്തിനെങ്കിലും അഗ്രം എന്നുള്ള അർത്ഥത്തിൽ എഡ്ജ്. അപ്പോൾ അവിടെയും ഡി സൈലൻ്റ് ആണ്. സ്പെല്ലിംഗ് എന്താണ്? EDGE. ഇനി അടുത്ത വരുന്ന വാക്കുകളെല്ലാം നോക്കൂ, വെഡ്ജ്, ഹെഡ്ജ്, സ്ലെഡ്ജ്. ഇവിടെ എല്ലാം ആദ്യം കണ്ട EDGE തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ അക്ഷരം അല്ലെങ്കിൽ ആദ്യത്തെ 2 അക്ഷരങ്ങൾ വേറെ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വാക്കുകളെല്ലാം നമ്മൾ ഉറക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അതെല്ലാം റൈം ചെയ്യുന്നതാണ്, ഒരേ പ്രാസത്തിൽ വരുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ സ്പെല്ലിങ്ങും ഒരേപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ ഒരു ഫാമിലിയിൽപ്പെട്ട ആ ഒരു വാക്കിൻ്റെ സ്പെല്ലിംഗ് അറിഞ്ഞിരുന്നാൽ മറ്റ് പല വാക്കുകളും നമുക്ക് എഴുതാൻ എളുപ്പമായി. സത്യത്തിൽ നമ്മൾ ഒരു വാക്ക് നിരീക്ഷിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള അക്ഷരങ്ങളുടെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഗുണം, നമുക്ക് എപ്പോഴും ഈ സ്പെല്ലിംഗ് ബൈ ഹാർട്ടായിട്ട് മനപ്പാഠം പഠിക്കേണ്ടി വരില്ല. കാരണം നമുക്ക് തന്നെ അറിയാം എങ്ങനെയാണ് ആ വാക്ക് ഫോംഡ് ആവുന്നതെന്ന്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കേട്ടോ ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട്. ഈ വാക്കുകൾക്ക് മുന്നിലോ പിന്നിലോ നമ്മൾ അക്ഷരങ്ങളുടെ കൂട്ടം ചേർക്കും. അപ്പോൾ ഇങ്ങനെ ചേർക്കുന്ന അക്ഷരങ്ങളെ വിളിക്കാൻ നമുക്ക് ഇംഗ്ലീഷിലൊരു വാക്ക് തന്നെ ഉണ്ട് കേട്ടോ. അതായത് ഒരു വാക്കിൻ്റെ മുന്നിലാണ് നമ്മൾ ഈ അക്ഷരങ്ങൾ ചേർക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് പ്രീഫിക്സ് എന്നാണ്. കാരണം ആ വാക്കിൻ്റെ മുൻപിലാണല്ലോ വന്നത്, അതുകൊണ്ടാണ് പ്രീഫിക്സ്. ആ വാക്കിൻ്റെ പിന്നിലാണ് അക്ഷരങ്ങൾ ചേർക്കുന്നതെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്നത് സഫിക്സ് എന്നാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വാക്ക് നോക്കൂ, സഹായം അല്ലെങ്കിൽ സഹായിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ഹെൽപ്പ് എന്ന് പറയാം അല്ലേ. അപ്പോൾ അതിൻ്റെ പിന്നിലായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്ന ഒരു സഫിക്സ് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഫുൾ എന്ന വാക്കാണ് ചേർക്കുന്നത്. അപ്പോൾ ഫുൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം FULL ആണ് സ്പെല്ലിംഗ്. പക്ഷേ ഹെൽപ്പിൻ്റെ കൂടെ ഫുൾ ചേർക്കുമ്പോൾ നമുക്ക് എന്ത് വാക്കാണ് കിട്ടുന്നത് നോക്കൂ, ഹെൽപ്ഫുൾ ആണ് കിട്ടുക. അതിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്ന് നോക്കൂ, HELPFULI. അപ്പോൾ അവിടെ നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് FULL എന്നുള്ളതാണെങ്കിലും സത്യത്തിൽ എന്താണ് അവിടുത്തെ സഫിക്സ്? FUL ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, എപ്പോഴെല്ലാം ഈ ഹെൽപ്ഫുൾ പോലെയുള്ള വാക്കുകൾ എഴുതേണ്ടി വരുന്നുണ്ടോ അവിടെയെല്ലാം FUL മാത്രമേ ഉണ്ടാവുള്ളൂ, FULL പാടില്ല. അവിടെ നമ്മളൊരു പാറ്റേൺ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള കുറേ വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ. യൂസ്ഫുൾ, ഗ്രേസ്ഫുൾ, ബ്യൂട്ടിഫുൾ, ഹാംഫുൾ, വണ്ടർഫുൾ എല്ലാം. അപ്പോൾ ഇവിടെ എല്ലാം FUL എന്ന സഫിക്സ് ആണ് നമ്മൾ ചേർത്തത്. അപ്പോൾ ഹെൽപ്പ് എന്നതുകൊണ്ട് നമ്മൾ സഹായം എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ അതൊരു നാമം, അതായത് നൗണാണ്. പക്ഷേ ഹെൽപ്ഫുൾ എന്ന് വന്നപ്പോൾ ആ വാക്ക് എന്തായി മാറി? അതൊരു നാമവിശേഷണം, ആഡ്ജക്റ്റീവായി. അപ്പോൾ അവിടെയാണ് നമ്മൾ ആ പാറ്റേണിൻ്റെ പ്രസക്തി മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കിയാൽ ആ സ്പെല്ലിംഗ് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നൗണിൽ നിന്ന് എങ്ങനെയാണ് ഒരു ആഡ്ജക്റ്റീവ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അല്ലേ. ഹെൽപ്പ് എന്നുള്ളത് മാറി ഹെൽപ്ഫുൾ വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഹെൽപ്ഫുളിൻ്റെ കൂടെ വേറൊരു സഫിക്സ് ചേർക്കാൻ പോവുകയാണ്, LY കൂടെ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്കവിടെ എന്താ കിട്ടുന്നത്? ഹെൽപ്ഫുള്ളി എന്ന് കിട്ടും. അപ്പോൾ ഈ നീളമുള്ളൊരു വാക്കിൻ്റെ സ്പെല്ലിംഗ് മുഴുവൻ ഞാൻ കാണാപ്പാഠം പഠിക്കണം എന്നില്ല. ഹെൽപ്പിൽ നിന്ന് എനിക്ക് ഹെൽപ്ഫുൾ കിട്ടി, അതിൻ്റെ കൂടെ LY ചേർത്തപ്പോൾ എനിക്ക് ഹെൽപ്ഫുള്ളിയും കിട്ടി. ഇതേപോലെ തന്നെ നമുക്ക് യൂസ്ഫുള്ളി, ഗ്രേസ്ഫുള്ളി, ബ്യൂട്ടിഫുള്ളി, ഹാംഫുള്ളി എല്ലാം കിട്ടുകയാണ്. അപ്പോൾ ആദ്യം ഹെൽപ്പ് നൗണായിരുന്നു, ഹെൽപ്ഫുൾ എന്ന് വന്നപ്പോൾ അതൊരു നാമവിശേഷണം, ആഡ്ജക്റ്റീവായി. ഇപ്പോൾ എനിക്ക് ആഡ്വേർബും കിട്ടി, അതായത് ഇതൊരു ക്രിയാവിശേഷണമാണ്. അപ്പോൾ അങ്ങനെ കൂടെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് ആ ഭാഷയിലുള്ള ഹോൾഡും കൂടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 1-2 സഫിക്സസ് കണ്ടു അല്ലേ. FUL അതുപോലെ LY എന്നീ 2 സഫിക്സസിനെ പരിചയപ്പെട്ടു. ഇനി നമുക്ക് കുറച്ച് പ്രീഫിക്സസിനെ പരിചയപ്പെടാം. അപ്പോൾ പ്രീഫിക്സ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, വാക്കുകളുടെ മുൻപിൽ വരുന്ന അക്ഷരങ്ങളുടെ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഈ വാക്ക് നോക്കൂ, മനസ്സിലാക്കുക എന്നുള്ളതിന് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയാമല്ലോ. തെറ്റി മനസ്സിലാക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുക എന്നൊക്കെ ഉള്ളതിന് നമുക്ക് എന്ത് പറയാം? മിസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ ഞാൻ ഏത് അക്ഷരങ്ങളാണ് ആദ്യം ചേർക്കുന്നത്? മിസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞെങ്കിലും MISS അല്ല, MIS ആണ് ചേർത്തത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തെറ്റായി ചെയ്യുക എന്നുള്ള അർത്ഥം കിട്ടാനാണ് നമ്മൾ ഈ മിസ് എന്നുള്ള പ്രീഫിക്സ് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെനിക്ക് പല വാക്കുകളിലും ഉപയോഗിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് അക്ഷരത്തെറ്റ് വരുത്തുക എന്നുള്ളതിന് എനിക്ക് മിസ് സ്പെൽ എന്ന് പറയാം. അപ്പോൾ അവിടെ എന്താണ് സ്പെല്ലിംഗ് വരുന്നത് നോക്കൂ. സ്പെൽ എന്ന് പറയുമ്പോൾ SPELL. അതുകൊണ്ട് തന്നെ മിസ് സ്പെൽ എന്ന് പറയുമ്പോൾ MIS കഴിഞ്ഞിട്ട് സ്പെല്ലിൻ്റെ എസ്സും കൂടെ വരികയാണ്. അതുകൊണ്ട് 2 എസ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മിസ് സ്പെല്ലിൽ ഒരു എസ് മാത്രം എഴുതി നിർത്തില്ല. അതുപോലെ മിസ് ടേക്ക്, അപ്പോൾ അവിടെ MIS കഴിഞ്ഞിട്ട് ടേക്ക് എന്ന് പറഞ്ഞ വാക്ക് വരികയാണ്. മിസ് പ്രൊനൗൺസ്, ഇവിടെയും ആദ്യം ചേർക്കേണ്ടത് MIS എന്ന് പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കിത് പല വാക്കുകളുടെയും ഫോർമേഷന് ഉപയോഗിക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെ മറ്റൊരു വളരെ കോമൺ ആയിട്ടുള്ള പ്രീഫിക്സ് ആണ് RE എന്ന് പറയുന്നത്. ഇപ്പോൾ എഴുതുക എന്നുള്ളതിന് നമുക്ക് റൈറ്റ് എന്ന് പറയാം. വീണ്ടും എഴുതുക എന്ന് പറയേണ്ടി വന്നാലോ അവിടെ നമ്മൾ പറയുക റീറൈറ്റ് എന്നാണ്. അപ്പോൾ അവിടെ സ്പെല്ലിങ്ങിന് നമുക്ക് സംശയത്തിൻ്റെ ആവശ്യമില്ല. എന്ന് കേട്ടാൽ RE ആണെന്ന് നമുക്ക് മനസ്സിലാവും, റീറൈറ്റ്. അതുപോലെ വീണ്ടും ചെയ്യുക എന്നുള്ളതിന് റീഡു. അപ്പോൾ അവിടെ ഡു എന്നുള്ള വാക്ക് നമുക്കറിയാമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പ്രീഫിക്സ് ചേർത്താൽ മതി, റീഡു. ഇനി വീണ്ടും പണിയുക എന്നുള്ള അർത്ഥം കിട്ടാൻ നമ്മൾ റീബിൽഡ് എന്ന് പറഞ്ഞാൽ മതി അല്ലേ. ബിൽഡാണ് പണിയുക എന്നുള്ളതിനുള്ള വാക്ക്, അതിൻ്റെ കൂടെ RE ചേർത്താൽ മതി. എത്ര എളുപ്പമാണ് നമ്മളൊരു വാക്കിൻ്റെ സ്പെല്ലിംഗ് പഠിക്കുന്നത് നോക്കൂ. ഇതുപോലെ തന്നെ വേറൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ പല വാക്കുകളുടെയും ഉള്ളിൽ തന്നെയായിട്ട് വേറെ വാക്കുകൾ കാണും. അപ്പോൾ ആ ഒരു ടെക്നിക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ഈ അക്ഷരങ്ങളുടെ കാര്യത്തിലും ഈ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പുതിയ വാക്കുകൾ ഉണ്ടാവുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് കുറച്ചുകൂടി ഒരു തഴക്കം വരും. ഉദാഹരണത്തിന് ഈ വാക്ക് നോക്കൂ. കസേര എന്നുള്ള അർത്ഥം വരുന്ന ചെയർ എന്ന് പറഞ്ഞ വാക്കാണിത്. ഈ വാക്കിനുള്ളിലായിട്ട് എത്ര വാക്കുകൾ വേറെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? ആദ്യം ഏറ്റവും ചെറിയ വാക്കിൽ തന്നെ നമുക്ക് തുടങ്ങാം. എയർ എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാമല്ലോ, വായു എന്നുള്ള അർത്ഥം വരുന്നത്. അതിനോട് കൂടി ഒരു H കൂടെ ചേരുകയാണെങ്കിൽ ഹെയർ എന്നുള്ളൊരു വാക്ക് കിട്ടി, തലമുടി എന്നർത്ഥം വരുന്നത്. അതിന് മുൻപിലായിട്ടൊരു C കൂടെ ചേർന്നാലോ, ചെയർ എന്ന് ഈ വാക്കും കിട്ടി. അപ്പോൾ ഒരു വാക്കിൻ്റെ കൂടെ വേറൊരു അക്ഷരം കൂടെ ചേർത്ത് വേറൊരു പുതിയ വാക്ക് ഉണ്ടാകുന്ന ഒരു രീതി നമ്മളോട് മനസ്സിലാക്കുകയാണ്. ഇതേപോലെ തന്നെ അടുത്ത വാക്ക് നോക്കൂ. ചാം എന്ന് പറഞ്ഞ വാക്കാണിത്, അതായത് ഒരു മനോഹാരിത എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറെ ഏത് വാക്കുകളാണ് കാണാൻ പറ്റുന്നത്? ഏറ്റവും ചെറിയ വാക്ക് കണ്ടോ, ആം എന്നൊരു വാക്ക് കാണാം, അതായത് കൈ എന്നർത്ഥം വരുന്ന വാക്ക്. അതിൻ്റെ കൂടെ H കൂടെ ചേരുമ്പോൾ ഹാം കിട്ടി അല്ലേ, ഉപദ്രവം എന്നർത്ഥം വരുന്ന വാക്ക്. അതിന് മുന്നിലായിട്ട് C വന്നപ്പോഴാണ് നമുക്ക് ഈ വലിയ വാക്ക് കിട്ടിയത്, ചാം കിട്ടിയത്. കുറച്ചുകൂടെ വലിയ വാക്കുകളിലും നമുക്കിത് കാണാം. റിട്രീറ്റ് എന്ന ഈ വാക്ക് നോക്കൂ. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ ആ ഈറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയ വാക്ക് കാണാം. അതിന് മുന്നിലായിട്ട് TR കൂടെ ചേർത്തപ്പോൾ ട്രീറ്റ് എന്ന വാക്ക് കാണാം. അതിന് മുന്നിൽ RE വന്നപ്പോഴാണ് നമുക്ക് ഈ റിട്രീറ്റ് കിട്ടിയത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ അതുപയോഗിച്ച് വാക്കുകൾ ഉണ്ടാവുന്ന രീതി ഇതൊക്കെ മനസ്സിലാക്കി വരുന്തോറും നമുക്ക് സ്പെല്ലിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് തോന്നാതെയാവും. ഇപ്പോൾ ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കത് രസകരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാനും തുടങ്ങും. ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് സ്പെല്ലിങ്സ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ടിപ്സ് ആയിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് സ്പെല്ലിങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് റൂൾസാണ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാം. അപ്പോൾ അത് ഒട്ടും താമസിയാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നീളമുള്ള വാക്കുകളൊക്കെ പഠിക്കുമ്പോൾ അത് ചങ്ക്സ് ആയിട്ട് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ പഠിച്ചു കഴിഞ്ഞൊരു കാര്യം അടുത്തടുത്ത ദിവസങ്ങളിൽ വീണ്ടും റിവൈസ് ചെയ്യാൻ, വീണ്ടും പറഞ്ഞു നോക്കാൻ ഒരു കാരണവശാലും മറക്കരുത് കേട്ടോ. എങ്കിലേ അത് മനസ്സിൽ പതിഞ്ഞു കിടക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒട്ടും താമസിയാതെ അടുത്തതിൽ നമുക്ക് കാണാം. ബൈ.